ഇന്ന് രാവിലെ നമ്മൾ മുട്ടക്കറി പൂരി. അപ്പം നമ്മൾ മുട്ടക്കറി നേരത്തെ വെച്ചിരുന്നു. ഇനി നമുക്ക് നമ്മുടെ പൂരി അങ്ങോട്ടൊന്നിടാം. മുട്ടക്കറിയും പൂരിയും മുട്ടക്കറിയും പൂരിയാണ്. ഈ എണ്ണയ്ക്കകത്ത് ഞങ്ങളൊരു ദിവസം ഇന്നലെ ഞങ്ങൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി വന്ന എണ്ണയ്ക്കകത്താണ് ഞാനിന്നിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ എണ്ണ ഒരു ദിവസം കൂടെ യൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഇളക്കി അങ്ങ് കളയും, നമ്മൾ പിന്നെ എടുക്കത്തില്ല. അപ്പോൾ അത് ഇന്ന് പൂരി അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് മുട്ടക്കറി പൂരി, നമ്മുടെ പൂരിയെല്ലാം നമ്മൾ ഇങ്ങനെ ഇട്ടൊന്ന് അമക്കി കഴിയുമ്പം നമ്മുടെ ഈ പൂരിയെല്ലാം ഇങ്ങനെ പൊങ്ങി വരും. ഒന്ന് ഇങ്ങനെ നമ്മളൊന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഇന്ന് നമ്മൾ പൂരി മുട്ടക്കൂട്ടാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം മുട്ടക്കൂട്ടാനും പൂരിയും കൂടെ താറാമുട്ടയും മുട്ടക്കാരനെയും പൂരി ഇനി പരത്തി ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചുട്ടും വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് പൂരിയും മുട്ടക്കറിയും രാവിലത്തെ ആഹാരം. പിന്നെ ഞങ്ങളെല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. പൂരിയും മുട്ടക്കറിയും റെഡിയായി. രാവിലത്തെ ആഹാരം പൂരിയും മുട്ടക്കറി. ഓക്കെ ബൈ. എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ കമൻറ്റൊക്കെ ഇടുക കേട്ടോ. ഇനി എല്ലാവരും ഇതൊന്ന് കാണുക. ഓക്കെ, സ്കിപ്പ് ചെയ്യലും കാണുക. ഓക്കെ.